റിവേഴ്സ് ദ കോർണർ പ്രൊസീജിയർ. അതായത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എക്സാമിനർ നമ്മളോട് അഗെയിൻ പുള്ളിൻ എന്ന് പറയും. അപ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ടാവും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു വഴി. ആ ജംഗ്ഷന് ശേഷമായിരിക്കണം നമ്മൾ വണ്ടി നിർത്തുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ അറിയാം, നമ്മൾ മിറർ നോക്കുന്നു, ഇൻഡിക്കേഷൻ ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക്, അങ്ങനെയാണ് നിർത്തുന്നത്. പക്ഷെ ആ ഇൻഡിക്കേഷൻ ചെയ്തത് ഒത്തിരി നേരത്തെ ടു ഏർലി ഇൻഡിക്കേഷൻ കൊടുക്കരുത്. ടു ഏർലി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറയിൽ വരുന്ന ഡ്രൈവർമാർ വിചാരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യാനാണ്, ആ റോഡിലേക്ക് എൻ്റർ ചെയ്യാനാണെന്ന് വിചാരിക്കും. അങ്ങനെ മിസ്ലീഡിങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടു ഏർലി ഇൻഡിക്കേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആ റോഡിന്റെ ആ ഒരു പോർഷനിലേക്ക് എത്തിക്കഴിയുന്ന ആ ഒരു മൊമെന്റിൽ വേണം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, നേരെ കൊണ്ടേ നിർത്തുന്നു. അങ്ങനെ നിർത്തുമ്പോഴും ആ ഒരു ജംഗ്ഷനോട് ചേർന്ന് തന്നെ നിർത്താതെ ഓൾമോസ്റ്റ് ഒരു 5 മീറ്റർ എഹെഡ് പോയി വേണം നമ്മൾ വാഹനം നമ്മൾ നിർത്താനായിട്ട്. അതും നിർത്തുമ്പോഴും ഈ പറഞ്ഞൊരു 18 ഇഞ്ചസ് അല്ലെങ്കിൽ ഒരു 45 സെന്റിമീറ്ററിന്റെ വിഡ്ത്ത് കെർബിൽ നിന്ന് ഇട്ട് വേണം നമ്മൾ വണ്ടി സേഫ് ആയിട്ട് നിർത്താനായിട്ട്. നമ്മുടെ വണ്ടി റണ്ണിങ്ങിലുള്ളപ്പോൾ തന്നെ എക്സാമിനർ നമ്മളോട് പുള്ളിൻ പറയും, ഇതുപോലെ ഒരു റോഡ് കാണുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ടു ഏർലി ഇൻഡിക്കേറ്റ് ചെയ്യാതെ ആ റോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് ആ ജംഗ്ഷനോട് എഗെയിൻ ടു ക്ലോസ് ആക്കി നിർത്താതെ ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് റഫ്ലി നിർത്തിയിട്ട് വേണം നമ്മൾ വണ്ടി നിർത്താനായിട്ട്. ഇനി ഫസ്റ്റ് തിങ് നമ്മൾ നിർത്തുമ്പോൾ എഗെയിൻ കംപ്ലീറ്റ് സ്റ്റോപ്പിലേക്ക് വണ്ടി കൊണ്ടുവരണം. അതിന് നമ്മൾ ഫസ്റ്റ് തിങ് സെക്യൂർ ദ വെഹിക്കിൾ ബൈ ഹാൻഡ് ബ്രേക്ക്. അതിനുശേഷം വണ്ടി പാർക്കിലേക്ക് നിർത്തുന്നു, ഇൻഡിക്കേറ്റർ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമ്മുടെ വണ്ടി കംപ്ലീറ്റ്ലി ഒരു സ്റ്റോപ്പിലേക്ക് വന്നു. ഇനിയാണ് നമ്മൾ ഒരു റിവേഴ്സ് കോർണർ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ റിവേഴ്സ് കോർണർ ചെയ്യുമ്പോൾ നമുക്ക് കർബ് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലീഗലി അലൗഡ് ആണ്. അപ്പം മിററൊക്കെ താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ കൺട്രോൾസ് യൂസ് ചെയ്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ സിമ്പിൾ. നമ്മൾ മൂവിംഗ് പ്രൊസീജിയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കോഷ്യസ് ആവണം. ഒബ്സർവേഷൻ നമ്മൾ എറൗണ്ട് ദ കാർ ഒരു 360 ഡിഗ്രിയിൽ നമ്മൾ ഒബ്സർവേഷൻ ഉണ്ടാവണം. സോ ടു സ്റ്റാർട്ട് വിത്ത് നമ്മൾ ആദ്യം റിയർ വ്യൂ മിററാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുറത്ത് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ, പെഡസ്ട്രിയൻസ് ഉണ്ടോ ഇല്ലയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അതിനുശേഷം നമ്മൾ മിറേഴ്സ് ചെക്ക് ചെയ്യുന്നു. ബ്ലൈൻഡ് സ്പോട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ടും ഈ ഒരു കേസിൽ നോക്കണം. സ്പെഷ്യലി നമ്മുടെ കാറിന്റെ ഏറ്റവും ബാക്കിലെ വിൻഡോ അത് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്തിരിക്കണം. ഒരു 360 റൗണ്ട് ദ കാർ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. ബാക്കിലെ വിൻഡോ സ്പെഷ്യലി ആ ഒരു കോർണർ ഒരു ചെറിയ ഗ്ലാസ് വിൻഡോ ഉണ്ടാവും അല്ലെ, അതും ചെക്ക് ചെയ്യണം. അപ്പൊ ആ വിൻഡോസ് എല്ലാം ചെക്ക് ചെയ്തു, റൗണ്ട് ദ കോർണർ നമ്മൾ നോക്കി. ഇപ്പൊ ഇവിടെ ഓർക്കുക, നമ്മളിപ്പോ റിവേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിയുമ്പോഴേക്കും ബാക്കിൽ റിവേഴ്സ് ലൈറ്റ് എല്ലാ വണ്ടിക്കും തെളിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമില്ലാത്തത്. സോ നമ്മൾ റിയർ വ്യൂ മിറർ ചെക്ക് ചെയ്യുന്നു, ഈ പറയുന്ന ഒബ്സർവേഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു, വണ്ടി റിവേഴ്സിലേക്ക് ഇടുന്നു, വൺസ് അഗൈൻ മിറേഴ്സ് ഒക്കെ നോക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നമ്മൾ പുറയിലേക്ക് പോകണം. പുറയിലേക്ക് പോകുമ്പോൾ ഈ 3 മിറേഴ്സ് നമ്മളൊരു വൈപ്പർ പോകുന്ന രീതിയിൽ നോക്കുന്നു. ആൻഡ് ബാക്കിലേക്ക് കൂടെ നോക്കി വേണം വണ്ടി എപ്പോഴും മൂവ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ബാക്കിലേക്ക് നോക്കി പോകണം. കാരണം എപ്പോഴാണ് ഒരു പെഡസ്ട്രിയൻ നമുക്ക് ക്രോസ് വരുന്നത് അല്ലെങ്കിൽ ഒരു സൈക്ലിസ്റ്റ് വരുന്നതൊക്കെ നോക്കാൻ ചിലപ്പോൾ നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ബാക്കിലേക്കും ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ ബാക്കിലേക്ക് നോക്കി വണ്ടി ഇങ്ങനെ ഓടിച്ച് നമ്മളൊരു ഒരു കോർണർ, എക്സാക്ട്ലി ആ ഒരു കോർണറിന്റെ ആ 45 ഡിഗ്രിയുടെ ഒരു കോർണർ വരുമല്ലോ, ആ സമയത്ത് വണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരുന്നു. കംപ്ലീറ്റ്ലി സ്റ്റോപ്പിലേക്ക് വന്നതിന് ശേഷം റൈറ്റ് സൈഡിലേക്കുള്ള ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഈ ഒരു രീതിയിൽ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുന്നു. സേഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. സേഫ് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടിയോ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി പാസ് ചെയ്യുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക. സേഫ് ആണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നു. അഗെയിൻ ബാക്കിലെ ആ ഒരു ഗ്ലാസ്സിലേക്ക്, വിൻഡോ ഗ്ലാസ്സിലേക്ക് നോക്കി വേണം നമ്മളിങ്ങനെ മൂവ് ചെയ്യാനായിട്ട്. ബാക്കി മിറേഴ്സ് കാര്യങ്ങളെല്ലാം മീൻവൈൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. വീണ്ടും ബാക്കിലേക്ക് നോക്കി എഗെയിൻ അവിടെ ഒരു വണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഞാനത് കണ്ടു, ഒബ്സർവ് ചെയ്തു. നമ്മൾ വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. ആ വണ്ടി പോയി എന്ന് എൻഷുർ ചെയ്തതിനു ശേഷം വൺസ് അഗെയിൻ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. ബാക്കിലെ വിൻഡോയും ചെക്ക് ചെയ്യുന്നു. സേഫ് ആണെങ്കിൽ ബാക്കിലേക്ക് നോക്കിക്കൊണ്ട് അഗെയിൻ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർബിനോട് ടു ക്ലോസ് ആയിട്ട് ടു വൈഡ് ആവാത്ത രീതിയിൽ കൊണ്ട് സേഫ് ആക്കി ഒരു സേഫ് പാർക്കിംഗ് ഡിസ്റ്റൻസിൽ വേണം വണ്ടി നിർത്താനായിട്ട്. അതിനുശേഷം നമ്മളെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് പാർക്കിങ്ങിലേക്ക് വണ്ടി നിർത്താം. അപ്പോൾ ആ ഒരു റിവേഴ്സ് കഴിഞ്ഞു. എന്ന് പറഞ്ഞാലും റിവേഴ്സ് എന്നൊരു പ്രൊസീജിയർ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിട്ടില്ല. ഇത് ഹാഫ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി ഹാഫ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വണ്ടി മുമ്പോട്ട് കൂടി എടുത്തോണ്ട് പോകണം. നമ്മൾ നേരത്തെ റിവേഴ്സ് തുടങ്ങുന്നതിന് മുന്നേ മിറർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. സോ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലേക്ക് വണ്ടി മൂവിങ് ഓഫ് തുടങ്ങുന്നതിന് മുന്നേ തിരിച്ച് ബാക്ക് ടു നോർമൽ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം.
അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫെയിൽ ആവും. നോർമൽ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ മിററിന് റീപൊസിഷൻ ചെയ്തതിനു ശേഷം മാത്രമേ വണ്ടി മുന്നോട്ട് എടുക്കാവുള്ളൂ. നമുക്കറിയാം നമ്മുടെ ഫ്രണ്ടിൽ ഒരു ടി ജംഗ്ഷൻ പോലെയാണ് ഇപ്പൊ കാണുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ടി ജംഗ്ഷനിൽ മോസ്റ്റ് ഓഫ് ദി എക്സാമിനേഴ്സ് നമ്മളോട് ലെഫ്റ്റ് പോകാനേ ആവശ്യപ്പെടുകയുള്ളൂ. കുറച്ച് ആൾക്കാർ നമ്മൾ റൈറ്റ് പോകാനായിട്ട് പറയും, ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും കൂടുതലും പോകാനായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാനുള്ള ഒരു ടെൻഡൻസി ബൈ മിസ്റ്റേക്ക് ഉണ്ടാവും. അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഒരിക്കലും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടല്ല നമ്മൾ മൂവ് ഓഫ് ചെയ്യേണ്ടത്. നമ്മൾ ഓർക്കുക, മൂവിംഗ് പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് റിയർ വ്യൂ മിറർ ചെക്ക് ചെയ്യുന്നു, ഇൻഡിക്കേഷൻ റൈറ്റ് സൈഡിലേക്ക് ചെയ്യുന്നു, 2 മിറേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു, ബ്ലൈൻഡ് സ്പോട്ട് റൈറ്റ് സൈഡിലേക്ക് ചെക്ക് ചെയ്യുന്നു, ഗിയർ ചേഞ്ച് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ മൂവ് ഓഫ് ചെയ്യുന്നത്. സോ ഓർക്കുക, ഇൻ ദിസ് എക്സാമ്പിൾ എന്റെ എക്സാമിനർ എന്നോട് പറഞ്ഞു ടേക്ക് ലെഫ്റ്റ്. സോ റിയർ വ്യൂ മിറർ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നു, ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുന്നു, സേഫ് ആണെന്ന് എനിക്ക് മനസ്സിലായി. വണ്ടി ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ ഡ്രൈവിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, മിററൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ മൂവ് ഓഫ് ചെയ്ത് വണ്ടി ഒന്ന് സ്ട്രെയിറ്റ് ആയതിനു ശേഷം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. നമ്മൾ സ്റ്റെയർ ചെയ്ത് അവിടുത്തെ ഒരു വണ്ടി വരുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു വണ്ടി പോയതിനു ശേഷമായിരിക്കും ഞാൻ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. പോയി എൻഷുർ ചെയ്തു, എൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഞാൻ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ് കീപ്പ് ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി കീപ്പ് ചെയ്ത് ഗ്രാജുവലി സ്പീഡ് ഇൻക്രീസ് ചെയ്ത് സേഫ് ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് റിവേഴ്സ് ഒക്കെ ഉള്ള പ്രൊസീജിയർ.